അർഹതയില്ലാത്തത് ആഗ്രഹിക്കുമ്പോഴും അതിനുവേണ്ടി വെമ്പൽ കൊള്ളുമ്പോഴും കാലം നമുക്ക് തരുന്ന സമ്മാനമാണ് നൊമ്പരം. അനാവശ്യമായി വിമർശിക്കാൻ ആളുണ്ടാവുമ്പോഴാണ് വിജയത്തിന് വീര്യം കൂടുന്നത്. ഞാൻ പിന്തുടരുന്നത് എൻ്റെ ഇഷ്ടങ്ങളെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയല്ല. പാതി വഴിയിൽ വച്ച് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. എങ്കിലും ജീവിതം എന്ന വഞ്ചി നാം തുഴയണം. അങ്ങകലെ മനോഹരമായ തീരം നമുക്കായി കാത്തിരിപ്പുണ്ട്. സത്യമറിയാതെ ഊഹിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, ഉള്ളറിയാതെ പഴിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. എത്ര കലങ്ങിയ വെള്ളവും അല്പസമയം കാത്തിരുന്നാൽ തെളിയും. മനസ്സും അതുപോലെയാണ്. എത്ര കലുഷിതമായ മനസ്സാണെങ്കിലും കുറച്ചു സമയം കഴിയുമ്പോൾ ശാന്തമാകും. ക്ഷമ കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയും. ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ ഇല്ലാതാകുന്നതോടെ ആരുടെയും ലോകം അവസാനിക്കുന്നില്ല. നമ്മൾ ഉള്ളതുകൊണ്ട് ആരും ഒരു ലോകവും പണിയുന്നുമില്ല. നമുക്ക് നാം മാത്രമാണ് ലോകം. ജീവിതം അങ്ങനെയാണ്. നാം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതൊന്നും നമ്മെ തേടി വരണമെന്നില്ല. എന്നാൽ നാം ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരും. ചിലപ്പോൾ അത് സന്തോഷവും മറ്റു ചിലപ്പോൾ ദുഃഖങ്ങളും നൽകി ജീവിതത്തിലൂടെ കടന്നുപോകും. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കാനുള്ളതാണ്. പശ്ചാത്തപിച്ചുകൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ആശങ്കപ്പെടുന്നതുകൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം. നാം തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തമനായ സുഹൃത്ത്. ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമുക്ക് കൂട്ട് നാം തന്നെ ആയിരിക്കണം. കാരണം ആരും കൂടെയില്ലെങ്കിലും നാം ഒരിക്കലും നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചു പോകില്ലല്ലോ. മരത്തിൻ്റെ വേദന നോക്കാതെ സ്വന്തം കാര്യം മാത്രം നടത്തുന്ന മരം കൊത്തിയെ പോലെയാണ് ചിലർ. സ്വന്തം കാര്യം നടത്തുമ്പോൾ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അവർ നോക്കുകയില്ല. എല്ലാവരെയും സ്നേഹിക്കുക, എന്നാൽ എല്ലാവരെയും വിശ്വസിക്കരുത്. കാണുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ സത്യമായിരിക്കാം. എന്നാൽ ഓർക്കുക, എല്ലാവരും സത്യസന്ധരല്ല. ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. വാക്കുകൾക്ക് മുള്ളിനേക്കാൾ മൂർച്ചയുണ്ട്. മുള്ളുകൊണ്ട് ഉണ്ടാകുന്ന മുറിവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നു. പക്ഷേ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്നു. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. ഒരു നാൾ മറ്റൊരാളുടെ കൈകളിൽ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വീഴുമെന്ന് പേടിപ്പിക്കുന്നവരെയല്ല, കൈ പിടിക്കാമെന്ന് പറഞ്ഞ് ധൈര്യം തരുന്നവരെ കൂടെ നിർത്തുക. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. വാക്കുകൾ ഒരുതരം ഭക്ഷണമാണ്. ഏതു വാക്ക് ഏത് സമയത്ത് വിളമ്പണം എന്ന് മനസ്സിലാക്കിയാൽ അവരെക്കാൾ മികച്ച പാചകക്കാരൻ ഈ ലോകത്തില്ല. താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ ഭൂമി കുലുങ്ങിയാലും കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും. ജീവിതത്തിൽ ഒരു ചെറിയ റിസ്കെങ്കിലും എടുക്കാത്തവർക്ക് ഒന്നും നേടാനാകില്ല. ചിലപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വരും. എന്നാൽ അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ നിങ്ങളെ അടുത്ത തവണ കൂടുതൽ കരുത്തുറ്റവരാക്കും.